നമസ്തേ. ഗാന്ധിയെപ്പറ്റി പല ആക്ഷേപങ്ങളും ഫേസ്ബുക്കിലൂടെ ഇന്ന് പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുള്ള അവയ്ക്കെല്ലാം ഞാൻ മറുപടി കൊടുത്തിട്ടുമുണ്ട്. ഇപ്പോൾ സി രവിചന്ദ്രൻ എന്നൊരാൾ ഗാന്ധിയെ വളരെ അപഹസിക്കുകയും പരിഹസിക്കുകയും ചെയ്തുകൊണ്ടുള്ള പോസ്റ്റുകൾ നിരന്തരം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അതിൽ പ്രധാനമായും പറയുന്നത് ഗാന്ധിജി അംബേദ്കറുമായുള്ള ബന്ധം, ഗാന്ധിജിയുടെ മതനിരപേക്ഷത, ഗാന്ധിജിയുടെ ഉപവാസ സത്യാഗ്രഹങ്ങളുടെ നിഷ്ഫലത എന്നീ വിഷയങ്ങളാണ് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ആക്ഷേപകരമായ രീതിയിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഗാന്ധിജി അംബേദ്കറുമായുള്ള ബന്ധം തന്നെ പരിശോധിക്കുക. അംബേദ്കർക്ക് ഗാന്ധിയോട് വലിയ ശത്രുഭാവം ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. ഗാന്ധിയെ ഏറ്റവും അധികം വിമർശിച്ചിട്ടുള്ള ആൾ അംബേദ്കറാണെന്നുള്ള പ്രസിദ്ധിയും അംബേദ്കർക്കുണ്ട്. 3 കാരണങ്ങളാണ് ഗാന്ധിജിയെ അംബേദ്കർ വെറുക്കുവാനുള്ള കാരണം. ഒന്നാമതായി, ഗാന്ധിജി അംബേദ്കറുടെ രംഗത്തേക്ക് കടന്നു വരുന്നു. അംബേദ്കറുടെ ലക്ഷ്യം ദളിതരുടെ ഉദ്ധാരണമായിരുന്നു. ഗാന്ധിജി ഹരിജൻ ഉദ്ധാരണം ഏറ്റെടുത്തോടുകൂടി തൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഹരിജനങ്ങളുടെ മധ്യത്തിൽ തൻ്റെ പ്രസിദ്ധിക്കുള്ള പ്രാധാന്യം കുറഞ്ഞു പോകുമെന്നുള്ള ഭയം അംബേദ്കർക്ക് ഉണ്ടായതാണ് ഒന്നാമത്തെ കാരണം, ഗാന്ധിയെ വെറുക്കാനുള്ള ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, ജിന്നയ്ക്ക് ഒരു ഇസ്ലാമിക രാജ്യം ആകാമെങ്കിൽ എന്തുകൊണ്ട് തനിക്ക് ഒരു ദളിതരുടെ രാജ്യമായിക്കൂടാ എന്ന മോഹവും അംബേദ്കർക്കുണ്ടായി. മൂന്നാമത്തെ കാര്യം, അംബേദ്കർ വൈസ്രായിയുടെ കൗൺസിലിൻ്റെ ഒരു മന്ത്രിയായിരുന്നു. ഗാന്ധിജിയെയും സ്വാതന്ത്ര്യ സമരത്തെയും കോൺഗ്രസിനെയും വിമർശിക്കുന്നു എന്നുള്ള യോഗ്യതയാണ് അദ്ദേഹത്തെ മന്ത്രിസഭയിൽ വൈസ്രായിയുടെ ക്യാബിനറ്റിൽ അംഗമാക്കുവാനുള്ള കാരണം, മന്ത്രിയാക്കാനുള്ള കാരണം. അപ്പോൾ അദ്ദേഹത്തിന് ഗാന്ധിയെ വിമർശിക്കേണ്ടത് ഒരു ആവശ്യവും ചുമതലയും ആയിരുന്നു, ഒരു ബാധ്യതയുമായിരുന്നു. അത് അദ്ദേഹം ഭംഗിയായി നിർവഹിക്കുകയുണ്ടായി. അംബേദ്കറുടെ നിലനിൽപ്പ് അങ്ങനെയായിരുന്നു. അപ്പോൾ ഗാന്ധിജി അംബേദ്കറുമായി ആദ്യമായി കണ്ടുമുട്ടുന്നത് ഈ വട്ടമേശ സമ്മേളനത്തോട് അനുബന്ധിച്ചാണ്. വട്ടമേശ സമ്മേളനം, രണ്ടാമത്തെ വട്ടമേശ സമ്മേളനം വിളിച്ചു കൂട്ടുന്നതിന് ബ്രിട്ടീഷുകാർക്കൊരു ഉദ്ദേശമുണ്ടായിരുന്നു. ഞങ്ങൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ തയ്യാറാണ്, പക്ഷേ ഇന്ത്യക്കാർ തമ്മിൽ യോജിപ്പില്ല, അതുകൊണ്ടാണ് ഞങ്ങളത് കൊടുക്കാത്തത് എന്ന് ലോക രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തുവാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വട്ടമേശ സമ്മേളനം ബ്രിട്ടീഷുകാർ വിളിച്ചു കൂട്ടുന്നത്. അതിന് അനുയോജ്യമായ രീതിയിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നത് അപകടമാണ്, ഇപ്പോൾ കൊടുക്കരുത് എന്നുള്ള വാദഗതിയെ ഉറപ്പിക്കുവാനുള്ള ആളുകളെയാണ് അവർ ഈ വട്ടമേശ സമ്മേളനത്തിൽ കൂട്ടിക്കൊണ്ടുവന്നത്. ഒന്ന് അംബേദ്കർ, മറ്റൊന്ന് ആഗാഖാൻ, ഇനിയൊന്ന് നാട്ടുരാജ്യങ്ങൾ, അതുപോലെ ജിന്ന. ഇങ്ങനെയുള്ള ആളുകളെയാണ് കൂട്ടിക്കൊണ്ടുവന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണെങ്കിലും അവർ തമ്മിൽ യോജിപ്പില്ല എന്നുള്ളത് വരുത്തി തീർക്കുവാനായിട്ട് കൂട്ടിക്കൊണ്ടുവന്നവരായിരുന്നു ഇവരെല്ലാം. അവർ ഭംഗിയായി അത് നിർവഹിക്കുകയുണ്ടായി. അംബേദ്കർ തന്നെ പറഞ്ഞത് ഇന്ത്യക്ക് ഒരിക്കലും സ്വാതന്ത്ര്യം കൊടുക്കരുത്, അങ്ങനെ സ്വാതന്ത്ര്യം കൊടുത്താൽ അത് ന്യൂനപക്ഷങ്ങളുടെ അപകടകരമാക്കും, സവർണരുടെ കയ്യിൽ ഭരണം പോകും എന്നെല്ലാമാണ് വട്ടമേശ സമ്മേളനത്തിൽ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ സ്വാതന്ത്ര്യം തരാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ തമ്മിൽ യോജിപ്പില്ല, അതുകൊണ്ട് അത് തരുന്നില്ല എന്നുള്ള വാദഗതി ഉറപ്പിക്കുവാൻ ബ്രിട്ടീഷുകാർക്ക് സഹായകരമായി. അങ്ങനെ വട്ടമേശ സമ്മേളനം പരാജയപ്പെട്ടു. ഗാന്ധി ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിയെ ഉടൻ തന്നെ ബ്രിട്ടീഷുകാർ ജയിലിൽ പാർപ്പിച്ചു. അന്നത്തെ ബ്രിട്ടീഷ് ഭരണം ജയിലിൽ പാർപ്പിച്ചു. ഗാന്ധി ജയിലിൽ കഴിയുമ്പോഴാണ് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന മക്ഡൊണാൾഡ് കമ്മ്യൂണൽ അവാർഡ് എന്ന പേരിൽ ഒരു നിയമം കൊണ്ടുവന്നത്. സാമുദായിക സമ്മാനം, അതായത് ഇന്ത്യയിൽ ഓരോ ജാതിക്കും ഒരു മതത്തിനും സവർണർ, അവർണർ, ഹരിജനങ്ങൾ, പിന്നെ തോട്ടം ഉടമകൾ, ആംഗ്ലോ ഇന്ത്യക്കാർ, പാഴ്സികൾ, സിഖുകാർ, ഇങ്ങനെ ഓരോ മതവിഭാഗത്തിനും ഓരോ ജനവിഭാഗത്തിനും പ്രത്യേകം നിയോജകമണ്ഡലങ്ങൾ ഏർപ്പെടുത്തുക. അവിടെ അവർക്ക് മാത്രമേ വോട്ടവകാശമുള്ളൂ, അവിടെയുള്ള മറ്റുള്ളവർക്ക് വോട്ടവകാശമില്ല.
ഇങ്ങനെ ഇന്ത്യയെ പല ഭാഗങ്ങളായി വേർതിരിക്കുന്ന ഒരു നയമായിരുന്നു ഈ കമ്മ്യൂണൽ അവാർഡിലൂടെ ഈ മക്ഡൊണാൾഡ് ഉദ്ദേശിച്ചത്. അങ്ങനെ ജനങ്ങൾ തമ്മിൽ ഭിന്നിക്കുകയും പിന്നെ പല പല ഘടകങ്ങളായി മാറുകയും അങ്ങനെ അവർക്ക് ഈ വിഭജനത്തിലൂടെ അവർക്ക് നിത്യവും ഇന്ത്യയെ ഭരിക്കുക എന്നുള്ളതായിരുന്നു ഈ കമ്മ്യൂണൽ അവാർഡിൻ്റെ ലക്ഷ്യം. ഇത് ഗാന്ധിജി ജയിലിൽ കിടക്കുമ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ഇന്ത്യ ഇങ്ങനെ പല കഷണങ്ങളായി വിഭജിക്കുകയും ഈ വിഭജനത്തിൻ്റെ പേരിൽ ജനങ്ങൾ തമ്മിൽ കൊലയും കൊള്ളയും നടത്തുകയും ആ ഒരു പ്രദേശത്ത് ആ ഒരു പ്രത്യേക സമുദായത്തിന് മാത്രമേ അവകാശമുള്ളൂ എന്നുള്ള സ്ഥിതി സംജാതമാവുകയും ചെയ്യുമെന്നുള്ള അപകടകരമായ ഒരു ഘട്ടം എത്തും എന്നുള്ള ദീർഘവീക്ഷണം കൊണ്ടാണ് ഗാന്ധിജി ഈ മക്ഡൊണാൾഡിൻ്റെ കമ്മ്യൂണൽ അവാർഡിനെ എതിർത്തുകൊണ്ട് ഉപവാസം ആരംഭിച്ചത്. ആ ഉപവാസത്തിൻ്റെ ഫലമായി അംബേദ്കറും അതുപോലെ തന്നെ മറ്റ് ഹിന്ദു സംഘടനകളുമായി ഒരു ഒത്തുതീർപ്പുണ്ടായി. അതാണ് പൂനാ കരാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ പൂനാ കരാറിൻ്റെ ഫലമായി പൂനാ കരാറിൻ്റെ പ്രത്യേകത പിന്നെ ഇന്ത്യയെ ഓരോ പല മണ്ഡലങ്ങളായി വേർതിരിച്ച് അവർക്ക് മാത്രം വോട്ടവകാശമുള്ള മണ്ഡലങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഹരിജനങ്ങളുടെ സംഖ്യ ഇന്ത്യയിൽ പല ഭാഗത്തും വളരെ പരിമിതമാണ്. അവർ അങ്ങനെ വിദ്യാഭ്യാസം കുറഞ്ഞവരും പിന്നെ സാമാന്യബോധമില്ലാത്തവരും പിന്നെ അശരണരുമാണ്, യാതൊരു സംരക്ഷണവും ഇല്ലാത്തവരാണ്. അങ്ങനെ സവർണരുടെ ഇടയിൽ ഇവർ പെട്ട് അവർ ഞെരിഞ്ഞമരുമെന്നുള്ള അവരോടുള്ള അനുകമ്പ കൊണ്ട് കൂടിയാണ് ഗാന്ധിജി ഇതിനെ എതിർത്തത്. അതിൻ്റെ ഫലമായാണ് പൂനാ കരാർ ഉണ്ടാകുന്നത്. ഈ പൂനാ കരാറിൻ്റെ ഫലമായി വളരെയധികം നേട്ടം അവർക്കാണ് ഉണ്ടായത്. മക്ഡൊണാൾഡിൻ്റെ നിയമപ്രകാരം വെറും 71 മണ്ഡലങ്ങളാണ് അവർക്ക് അനുവദിച്ചിരുന്നത്, അവർക്ക് മാത്രം വോട്ടവകാശമുള്ള മണ്ഡലങ്ങൾ. എന്നാൽ പൂനാ കരാറിൻ്റെ ഫലമായി എല്ലാവർക്കും വോട്ടവകാശമുള്ള ഈ 148 മണ്ഡലങ്ങൾ, മക്ഡൊണാൾഡ് നിർദ്ദേശിച്ചതിനേക്കാൾ ഇരട്ടിയിലധികം മണ്ഡലങ്ങൾ അവർക്ക് ഈ പൂനാ കരാർ വഴി ലഭിക്കുകയുണ്ടായി. മാത്രമല്ല എല്ലാവർക്കും ആ മണ്ഡലത്തിലെ എല്ലാവർക്കും വോട്ടവകാശമുണ്ടെങ്കിൽ എല്ലാവരുടെ പ്രതിനിധിയുമായിട്ടാണ് അവരെ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ഈ പ്രദേശം എൻ്റെ വകയാണ്, നിങ്ങൾക്കതിൽ സ്ഥാനമില്ല എന്നുള്ള അവകാശവാദങ്ങൾ അവിടെ പോകുന്നില്ല, അവിടെ വില പോകുന്നില്ല. എല്ലാവർക്കും വോട്ടവകാശം ലഭിക്കും. അങ്ങനെ ഇന്ത്യ ഭാവിയിൽ പല മണ്ഡലങ്ങളായി, പല ഘടകങ്ങളായി, പല ചേരികളായി, പല വിഭജിക്കപ്പെടുന്ന ആ സമ്പ്രദായത്തെ ഗാന്ധിജിക്ക് ചെറുക്കുവാൻ കഴിയും. അതുപോലെ തന്നെ എല്ലാവർക്കും വോട്ടവകാശം ആ മണ്ഡലത്തിലുണ്ടാകും. ഈ മണ്ഡലം ഞങ്ങളുടെ വകയാണ്, ഞങ്ങൾക്ക് മാത്രമുള്ളതാണ്, നിങ്ങൾക്കിതിൽ അവകാശമില്ല എന്നുള്ള മട്ടിലുള്ള കലഹങ്ങൾ ഉണ്ടാവുകയില്ല. പിന്നെ മറ്റുള്ളവർക്കും വോട്ടവകാശം ലഭിക്കും. ഇങ്ങനെയുള്ള അനവധി ഗുണങ്ങൾ, 25ഓളം ഗുണങ്ങൾ ഈ പൂനാ കരാർ മൂലം ഉണ്ടാവുകയുണ്ടായി. അതേസമയം മക്ഡൊണാൾഡിൻ്റെ നിയമപ്രകാരമാണെങ്കിൽ 25 ദോഷങ്ങളുണ്ടാകും. എല്ലാവരും ചേരി തിരിഞ്ഞ് ഈ മണ്ഡലം ഞങ്ങളുടെ വകയാണെന്ന് പറഞ്ഞുകൊണ്ട് പരസ്പര ആക്രമണം ഉണ്ടാകും. മറ്റുള്ളവർക്ക് അവിടെ സ്വാതന്ത്ര്യം ഇല്ലാതാകും. പിന്നെ വൻപിച്ച ഒഴിഞ്ഞുപോക്കുകൾ ഉണ്ടായി, കലഹങ്ങൾ ഉണ്ടാകും. ഇതെല്ലാമായിരുന്നു അതിൻ്റെ ദോഷങ്ങൾ. ഇത് മനസ്സിലാക്കിയിട്ടാണ് ഗാന്ധിജി ഭാവിയിലുള്ള ഈ അപകടം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഗാന്ധിജി സത്യാഗ്രഹം നടത്തിയതും അതിൽ വിജയിച്ചതും ഈ കരാറുകൾ ഉണ്ടായത്. ഇതാണ് പൂനാ കരാറിൻ്റെ നേട്ടം, ഗാന്ധിജിയുടെ സത്യാഗ്രഹ ഫലമുണ്ടായ നേട്ടം. അങ്ങനെ ഇന്ത്യ പല കഷണങ്ങളായി വിഭജിക്കപ്പെടരുത് എന്നുള്ളതായിരുന്നു ഗാന്ധിജിയുടെ ലക്ഷ്യം. ഇതൊന്നും ഈ രവിചന്ദ്രൻ മനസ്സിലാക്കുന്നില്ല. ബ്രിട്ടീഷുകാർ തന്നെ ഇതിനെപ്പറ്റി പ്രശംസിക്കുകയുണ്ടായി. ബ്രിട്ടനിലെ നിഷ്പക്ഷമതികളായ ആളുകൾ തന്നെ ഇതിനെ പ്രശംസിക്കുകയുണ്ടായി. ഒരു പൗരബോധത്തോടു കൂടി വോട്ട് ചെയ്യുന്നതിന് പകരം ഹിന്ദുവിനും ദളിതനും മുസ്ലിമിനും സിഖുകാരനും സവർണർ അവർക്ക് മാത്രവും വോട്ട് ചെയ്യുന്ന സങ്കുചിതമായ നിരുത്സാഹപ്പെടുത്തുന്ന വഴി ഗാന്ധിജി വലിയൊരു സേവനം നടത്തി എന്നാണ് അവരെല്ലാം വിലയിരുത്തുന്നത്. അതുപോലെ രവീന്ദ്രനാഥ ടാഗോർ ജയിലിൽ ഗാന്ധിയെ സന്ദർശിച്ച് ഗാന്ധിയെ അഭിനന്ദിക്കുകയുണ്ടായി. അങ്ങ് ചെയ്യുന്ന മഹത്തായ സേവനത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതം ബലിയർപ്പിച്ചുകൊണ്ട് ഈ വൻ വിപത്തിനെ തടയാൻ കഴിഞ്ഞു എന്നുള്ള പേരിൽ ഗാന്ധിജി രവീന്ദ്രനാഥ ടാഗോറും അഭിനന്ദിക്കുകയുണ്ടായി. പിന്നെ അംബേദ്കറുടെ
മറ്റൊരു കലഹ കാരണം പിന്നീട് സ്വാതന്ത്ര്യം നേടിയപ്പോൾ അംബേദ്കറെ സ്വതന്ത്ര ഭാരതത്തിലെ മന്ത്രിയാക്കിയതും അംബേദ്കറെ ഭരണഘടനാ ശില്പിയാക്കിയതും മഹാത്മാഗാന്ധിയാണ്. ഗാന്ധിജിക്ക് അംബേദ്കറോട് യാതൊരു വിരോധവും തോന്നിയില്ല. ഗാന്ധിജി അങ്ങേയറ്റം നിന്ദിക്കുന്ന ആളായിരുന്നിട്ടും ഗാന്ധിജിക്ക് അംബേദ്കറോട് വിരോധങ്ങൾ യാതൊന്നുമില്ലായിരുന്നു. അത് ഗാന്ധിജിയുടെ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. അംബേദ്കറെ കൂടി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്ന് ഗാന്ധിജി പറഞ്ഞപ്പോൾ നെഹ്റുവും പട്ടേലും പറഞ്ഞത് അത് ഒരിക്കലും ശരിയല്ല. അംബേദ്കർ എന്നും സ്വാതന്ത്ര്യ സമരത്തിന് എതിരായിരുന്നു. അങ്ങേയും കോൺഗ്രസിനെയും അങ്ങേയറ്റം ആക്ഷേപിച്ച ആളാണ്. 1946 വരെയും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകരുതെന്ന് ശക്തിയായി വാദിച്ച ആളാണ് അംബേദ്കർ. അതുകൊണ്ട് അദ്ദേഹത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നത് പ്രയാസമാണെന്ന് നെഹ്റുവും പട്ടേലും പറഞ്ഞപ്പോൾ ഗാന്ധിജി പറഞ്ഞത് അതൊക്കെ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള കാര്യം. ഇപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുകയാണ്. അത് എനിക്കോ നെഹ്റുവിനോ പട്ടേലിനോ ലഭിച്ച സ്വാതന്ത്ര്യമല്ല, ഇന്ത്യക്കാണ് സ്വാതന്ത്ര്യം ലഭിച്ചത്. അതുകൊണ്ട് ഇന്ത്യയിലെ പ്രതിഭാസമ്പന്നരായ ആളുകളെ കൂടി അതിൽ ഉൾപ്പെടുത്തണം എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഗാന്ധിജിയുടെ നിർബന്ധം കൊണ്ടാണ് അംബേദ്കറെ അതിലേക്ക് ഉൾപ്പെടുത്തിയത്. അതുപോലെ തന്നെ ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി നെഹ്റുവും ഗാന്ധിജിയെ സന്ദർശിച്ചത് അതിന് അനുയോജ്യനായ ഒരാളിനെ കിട്ടാൻ പ്രയാസമാണെന്ന് പറഞ്ഞപ്പോൾ ഗാന്ധിജിയാണ് പറഞ്ഞത് അംബേദ്കറെ അതിൽപ്പെടുത്തുക. അപ്പോഴും നെഹ്റു ഈ തടസ്സവാദം ഉന്നയിച്ചു. അപ്പോഴും ഗാന്ധി പറഞ്ഞ അതാണ്, ഒരിക്കലും അത് പാടില്ല. ഇതൊക്കെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് അദ്ദേഹം നടത്തിയ വിമർശനങ്ങളാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സേവനം നമ്മൾ പ്രയോജനപ്പെടുത്തുക. അങ്ങനെയാണ് അദ്ദേഹം ഭരണഘടന നിർമ്മിക്കുന്നതിൽ അംബേദ്കറെ ഉൾപ്പെടുത്തിയതും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായതും. ഈ സമയത്ത് അംബേദ്കർ തൻ്റെ വൈഭവം കൊണ്ടാണ് തന്നെ അതിൽ ഉൾപ്പെടുത്തിയതെന്ന് പറഞ്ഞപ്പോൾ ജഗജ്ജീവൻ റാമിൻ്റെ, അന്നത്തെ ഒരു ഹരിജൻ മന്ത്രി കൂടിയായിരുന്ന ജഗജ്ജീവൻ റാമിൻ്റെ പത്നിയായ ഇന്ദ്രാണി ജഗജ്ജീവൻ റാം വെളിപ്പെടുത്തുകയുണ്ടായി. അംബേദ്കർ തന്നെ ജഗജ്ജീവൻ റാമിനെ വന്ന് കണ്ടതും ഗാന്ധിയോട് ശുപാർശ ചെയ്യാൻ തന്നെ കൂടി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്യാൻ ആവശ്യപ്പെട്ടതുമായ കാര്യങ്ങൾ അവർ വെളിപ്പെടുത്തുകയുണ്ടായി. ജഗജ്ജീവൻ റാമിൻ്റെ പ്രസംഗങ്ങളെക്കുറിച്ചുള്ള 2ാം വാള്യത്തിൽ ഈ കാര്യം വളരെ വ്യക്തമായി പറയുകയാണ്. അങ്ങനെ ഗാന്ധിജിയുടെ നിർബന്ധപൂർവമായ പരിശ്രമം കൊണ്ടാണ് അംബേദ്കർക്ക് ഇതിൽ മന്ത്രിയാക്കിയതും അതുപോലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാക്കുകയും ഒക്കെ ഭരണഘടന ശില്പിയാക്കുകയും ഒക്കെ ചെയ്തത്. ഇതൊക്കെ ജീവിച്ചതെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ അന്ധമായ ഗാന്ധി വിരോധം മൂലം ഇതെല്ലാം മറച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതുപോലെ അംബേദ്കർ വിവാഹം നടത്തുവാനിരുന്ന തൻ്റെ ഭാര്യയ്ക്കൊരു കത്തെഴുതുന്നതായും പറയുന്നു. ഇത് അംബേദ്കറുടെ 2ാമത്തെ വിവാഹമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ മരിച്ചു പോയപ്പോൾ ഒരു ബ്രാഹ്മണ സ്ത്രീയെയാണ് അദ്ദേഹം 2ാമത് വിവാഹം ചെയ്യുന്നത്. ഈ വിവാഹത്തിന് മുൻപാണ് ഗാന്ധിജിനെ അവർക്ക് കത്തയക്കുന്നത്. അംബേദ്കർ രോഗബാധിതനായി ആശുപത്രിയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തെ ശുശ്രൂഷിച്ച ഒരു ഡോക്ടറായിരുന്നു ഈ 2ാമത്തെ ഭാര്യ. അങ്ങനെ അവർക്ക് കത്തെഴുതുന്നത്. ഇങ്ങനെയൊക്കെ അദ്ദേഹം കത്തെഴുതിയെങ്കിലും ഒടുവിൽ വിവാഹ ദിവസം അത് പറയുന്നുണ്ട്. പിന്നെ സർദാർ പട്ടേലിനോടും അതുപോലെ തന്നെ ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന പ്യാരിലാലിനോടും പറയുന്നുണ്ട്, ഗാന്ധിജി ജീവിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും എൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കുമായിരുന്നുവെന്ന്. അദ്ദേഹത്തെ മനസ്സിലാക്കുന്നതിന് ഞാൻ താമസിച്ചു പോയി എന്ന് പ്യാരിലാലിനോട് പറയുന്നുണ്ട്. പെരേലാൽ കുണാൽ പ്ലേസിൽ കൂടി നടന്നു പോകുമ്പോൾ കാറിൽ വരികയായിരുന്ന അംബേദ്കർ കാർ നിർത്തി പ്യാരിലാലിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഇത്. ഗാന്ധിജിയെ മനസ്സിലാക്കുവാൻ ഞങ്ങൾ താമസിച്ചു പോയി എന്ന് പശ്ചാത്താപപൂർവ്വം പറയുന്നത്. അതുപോലെ തന്നെ ഗാന്ധിജിയെ ഒരിക്കലും അംബേദ്കർക്ക് ഗാന്ധിജി എന്നോ മഹാത്മാവെന്നോ പറഞ്ഞിട്ടില്ല എന്നും പറയുന്നുണ്ട്. അതും അവാസ്തവമാണ്. മഹാഡിലെ കുടിവെള്ള സമരം അംബേദ്കർ നയിക്കുമ്പോൾ അവിടെ ഗാന്ധിജിയുടെ പടം വയ്ക്കുകയും ജാഥ നടത്തിയപ്പോൾ മഹാത്മാഗാന്ധിക്ക് ജി എന്ന് വിളിച്ചു പറയുകയും ചെയ്തു. ആദ്യകാലങ്ങളിൽ അദ്ദേഹത്തിന് ഗാന്ധിയോട് ഈ ആദരവുണ്ടായിരുന്നു. പക്ഷേ വൈസ്രായിനെ വേർപെട്ട് നിൽക്കണമെന്നുള്ള ആ ആശയം, ഒരു പ്രത്യേക ദളിത് രാജ്യം വേണമെന്നും ബ്രിട്ടീഷുകാരുടെ ക്യാബിനറ്റിലെ അംഗമായപ്പോഴുമാണ് അദ്ദേഹം വൈസ്രായിയുടെ ക്യാബിനറ്റിൽ അംഗമായപ്പോഴാണ് അദ്ദേഹം ഗാന്ധിജിയെ നീക്കാൻ തുടങ്ങിയതും ആക്ഷേപിക്കാൻ തുടങ്ങിയതും. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ വസ്തുത.
ഇതെല്ലാം മറച്ചുകൊണ്ടാണ് ഗാന്ധിജിയും അംബേദ്കറേയും തമ്മിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം രവിചന്ദ്രൻ പോസ്റ്റ് ഇടുന്നത്. അങ്ങനെ പൂന കരാർ മൂലം ഭാവിയിൽ സംഭവിക്കുമായിരുന്ന വലിയ അപകടത്തെ ഗാന്ധിജിക്ക് ഒഴിവാക്കാൻ കഴിയും. അതുകൊണ്ട് കൂടുതൽ നേട്ടമുണ്ടായത് ഹരിജനങ്ങൾക്കാണ്. ഇതിനെല്ലാം വളരെ വിസ്തരിച്ച് ഗാന്ധിജിയും അംബേദ്കറും എന്ന പുസ്തകത്തിൽ ഞാൻ പ്രതിപാദിക്കുന്നില്ല. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ആ പുസ്തകമാണ് ഇത്. ദയവായി ഈ രവിചന്ദ്രൻ അതൊന്ന് വായിച്ചു നോക്കേണ്ടതാണ്. ഗാന്ധിജിയെ പറ്റി രവിചന്ദ്രൻ പറയുന്ന മറ്റ് പരിഹാസങ്ങളിലേക്ക് എന്തെല്ലാമാണെന്ന് നോക്കാം. അതിൻ്റെ വാസ്തവത്തിൽ എന്തെല്ലാമാണെന്ന് നോക്കാം.